നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ ഇത്തവണ മത്സര രംഗത്തുണ്ടാകും. എന്നാൽ MT രമേശിന്റെ മത്സരിക്കുന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടില്ല. രണ്ടാം പട്ടികയിൽ 40 മുതൽ 50 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. VS രഞ്ജിത്ത്, രണ്ടാം ഘട്ട പട്ടികയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിൽ വലിയ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. ആ തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ പൂർണ്ണമായ ഒരു ചിത്രത്തിലേക്ക് BJP എത്തിയിട്ടുണ്ട്. MT രമേശിന്റെ സാധ്യത അത് പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണോ? ശ്രുതി, MT രമേശ് മത്സര രംഗത്തില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തന്നെ ചുമതലപ്പെടുത്തി എന്ന് ഇന്നലെ നമ്മോട് പ്രതികരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹം നേരത്തെ തൃശൂർ സീറ്റ് ആവശ്യപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന് ആറന്മുള സീറ്റ് പാർട്ടി ഓഫർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഓഫർ അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായി തന്നെ ആറന്മുളയിൽ മത്സരിക്കാൻ പാർട്ടി ഓഫർ നൽകിയ നേതാവായിരുന്നു കുമ്മനം രാജശേഖരൻ. അദ്ദേഹം ആറന്മുളയിലേക്കില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായിരുന്നത്. ഇപ്പോഴിത് അദ്ദേഹത്തെ തിരുവനന്തപുരം സെൻട്രലിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹം തിരുവനന്തപുരം സെൻട്രലിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. പക്ഷേ അവിടെ കരമന ജയൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ പേര് നേരത്തെ ഉയർന്നു കേട്ടിരുന്നു. അദ്ദേഹം പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ്. എങ്കിൽ പോലും കുമ്മനത്തെ പോലെ കോർ കമ്മിറ്റി അംഗമായിട്ടുള്ള മുതിർന്ന നേതാവ് വരുമ്പോൾ കരമന ജയൻ മാറിക്കൊടുക്കാനാണ് സാധ്യത. വലിയ തർക്കങ്ങൾക്ക് സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് മറ്റ് ചില മണ്ഡലങ്ങൾ കൂടി, അരുവിക്കര, അതുപോലെ കോവളം തുടങ്ങിയ സീറ്റുകളിൽ കൂടി തീരുമാനമാവാനുണ്ട്. ചിറയൻകീഴ്, അടൂർ സീറ്റുകളിലൊക്കെ തീരുമാനമാവാനുണ്ട്. അതിൽ ചിറയൻകീഴോ അടൂരോ ആശാനാഥിന്റെ പേരാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ആശാനാഥിനെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ, ചിറയൻകീഴാണെങ്കിലും അടൂരാണെങ്കിലും ആശാനാഥിനെ പരിഗണിക്കുന്നുണ്ട്. കോവളത്തേക്ക് കൃഷ്ണകുമാറിനെ, നേരത്തെ വട്ടിയൂർക്കാവിലായിരുന്നു കൃഷ്ണകുമാർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആ കൃഷ്ണകുമാറിനെ ഒരുപക്ഷെ കോവളത്ത് പരിഗണിച്ചേക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആറന്മുള സീറ്റ് അത് BJPക്കാണോ എന്ന കാര്യം ഉറപ്പായിട്ടില്ല. അത് BDJസിന് കൊടുക്കാനും സാധ്യതയുണ്ട്. കാസർഗോഡ് ML അശ്വനിയോ S ശ്രീകാന്തോ മത്സരിക്കും. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അതിന്റെ സാധ്യതകളാണ് VS രഞ്ജിത്ത് പങ്കുവച്ചത്.